തെരുവ് നായ ആക്രമണം ഉണ്ടായാൽ എന്ത് ചെയ്യണം, എന്തൊക്കെയാണ് അതിന്റെ പ്രതിരോധ മാർഗങ്ങൾ, ഇതെന്തൊക്കെയാണ് എന്നുള്ളത് ഗോകുൽനാഥ് വിശദീകരിക്കും. കാണാം. തെരുവ് നായകളുടെ സാന്നിധ്യം ആശങ്ക ഉയർത്തി അനുദിനം പെരുകി വരികയാണ്. വാക്സിൻ എടുത്തിട്ടും പേവിഷബാധയിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയാത്ത സംഭവങ്ങളുമുണ്ട്. അതുകൊണ്ട് നായ്ക്കളുടെ ആക്രമണത്തിന് ഇരയാകുമ്പോൾ സ്വീകരിക്കേണ്ട ചില മുൻകരുതലുകളെക്കുറിച്ച് നമ്മൾ അറിഞ്ഞിരിക്കണം. നായ്ക്കളുടെ കടിയേറ്റാൽ ആദ്യ മിനിറ്റുകൾ വളരെ പ്രധാനപ്പെട്ടതാണ്. ഓടിച്ചെന്ന് കുത്തിവെപ്പ് എടുക്കുന്നതിന് മുൻപ് മുറിവേറ്റ ഭാഗം സോപ്പും വെള്ളവും ഉപയോഗിച്ച് കഴുകി വൃത്തിയാക്കണം. മുറിവിൽ വൈറസ് ബാധ പരമാവധി ഒഴിവാക്കുന്നതിനാണിത്. മുറിവ് നന്നായി കഴുകുന്നതിലൂടെ പേവിഷബാധയ്ക്കുള്ള സാധ്യത കുറയുന്നു. അതിനുശേഷം കുത്തിവെപ്പ് എടുക്കണം. പേപ്പട്ടിയുടെ ഉമിനീരിൽ നിന്നുള്ള വൈറസ് മനുഷ്യ ശരീരത്തിലേക്ക് കടന്ന് അത് നാഡികളിലൂടെ സുഷുമ്നയിലും തലച്ചോറിലും എത്തുമ്പോഴാണ് പേവിഷബാധ ഉണ്ടാകുന്നത്. വളരെ സാവധാനമാണിതെങ്കിലും എത്രയും പെട്ടെന്ന് വാക്സിൻ സ്വീകരിച്ച് വൈറസിനെ നിർവീര്യമാക്കണം. അതേസമയം രോഗലക്ഷണങ്ങൾ തലച്ചോറിനെ ബാധിച്ചു തുടങ്ങിയാൽ പിന്നീടുള്ള ചികിത്സ ദുർഘടമാണ്. വാക്സിൻ എടുത്താലും പേവിഷബാധ ഉണ്ടാകാം. തല, മൂക്ക്, ചെവി, ചുണ്ട്, മുഖം, കഴുത്ത്, വിരലുകൾ എന്നീ ഭാഗങ്ങളിലാണ് കടിയേൽക്കുന്നതെങ്കിൽ റിസ്ക് കൂടുതലാണ്. വൈറസ് കുറഞ്ഞ സമയം കൊണ്ട് തലച്ചോറിലെത്തും. അങ്ങനെ എത്തിയതിനു ശേഷമാണ് വാക്സിൻ ആന്റിബോഡികൾ സ്വീകരിക്കുന്നതെങ്കിൽ വിഷബാധയ്ക്കുള്ള സാധ്യത കൂടുതലാണ്. കുട്ടികൾക്കാണ് കടിയേൽക്കുന്നതെങ്കിൽ അപകട സാധ്യത കൂടുതലാണ്. കഴുത്തിലോ തലയിലോ ഒക്കെ കടിയേൽക്കുന്നു എന്നതാണ് ഇതിന്റെ ഏറ്റവും പ്രധാന കാരണം. പേവിഷബാധയ്ക്ക് 2 തരം കുത്തിവയ്പ്പുകളാണുള്ളത്. IDRV എന്ന ഇൻട്രോഡെർമൽ റാബിസ് വാക്സിനും ആന്റിബോഡി അഥവാ ഇമ്മ്യൂണോഗ്ലോബുലിൻ കുത്തിവയ്പ്പും. ഒരു തെരുവുനായ ആക്രമണം ഉണ്ടായാൽ എന്തൊക്കെ ചെയ്യണം, എങ്ങനെയാണ് അതിന്റെ ചികിത്സ, പ്രതിരോധ മാർഗങ്ങൾ, ഇതൊക്കെയാണ് വിശദീകരിച്ചത്.